റിയൽ മാഡ്രിഡ് റിയൽ സോസിഡാഡിനെ 4-1 തോൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ആൻഡ് പലരും പറയുന്നത് കണ്ടു ബാഴ്സ തോറ്റതുപോലെ തോൽക്കുമെന്ന് കാത്തിരുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് കാണുന്നുണ്ട്. അത് ബേസിക്കലി ആ മത്സരങ്ങൾ കാണാത്തതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ബാഴ്സ തോറ്റതുപോലെ തോൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് റെഫറിയും കൂടെ മനസ്സ് വെക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കാര്യം അത് റെഫറിങ് കമ്മിറ്റി തന്നെ അവസാനം ഈ മത്സരത്തിൽ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് കമ്മിറ്റ് ചെയ്യേണ്ടതായിട്ട്, അല്ലെങ്കിൽ അത് ഓപ്പണായിട്ട് അങ്ങനെ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞില്ലെങ്കിലും ആ റെഫറിയെ മാറ്റി പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. സോ ഇപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് 3 പോയിന്റ്സ് ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ പോസിറ്റീവായിട്ടുള്ള 3 പോയിന്റ്സ് ആണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോണ്ടൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, പുതിയ കോച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് പെരസിൻ്റെ വെറും ഒരു പാവ മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ടാക്ടിക്സും ഇല്ല എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, ഇനി കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. പുള്ളിക്ക് ലാലീഗയിൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു റണ്ണ് തന്നെയാണ് വന്നു കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. കാര്യം റയൽ മാഡ്രിഡ് വാസ് പ്ലേയിങ് ആസ് എ ടീം. 6-1 ജയിച്ച ചാമ്പ്യൻസ് ലീഗിലെ മത്സരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രസ് ചെയ്യുന്നൊരു റയൽ മാഡ്രിഡിനെ കണ്ടു. പക്ഷേ ഇതിൽ കാണാൻ പറ്റിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടീമായിട്ട് കളിക്കുന്ന റയൽ മാഡ്രിഡിനെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതായത് മിഡും ഫോർവേഡും ഒരുമിച്ച് കളിക്കുന്നു, ബാക്കിലേക്ക് പാസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഫ്രണ്ടിലേക്ക് കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ വാൽവേഡേക്ക് ബോക്സിനുള്ളിൽ പാസ് ചെയ്തൊരു ഷോട്ട് എടുക്കാൻ പറ്റിയത് തന്നെ ആ ഒരു ടീം പ്ലേയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ്. അതൊക്കെ റയലിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. ലൂയിസ് എൻറിക്കെ മുമ്പ് പറഞ്ഞുള്ള ഒരു സാധനത്തിന് സർക്കാസ്റ്റിക് ആയിട്ട് പറയാണ്. അതായത് ഒരാൾ 40 ഗോൾ അടിച്ചുകൊണ്ട് കാര്യമില്ല, അവൻ ടീമിന് വേണ്ടി കളിക്കണം. എംബാപ്പെ ഇല്ലാതെ റയൽ മാഡ്രിഡ് ദേ ആർ വെരി സ്ട്രോങ്. എംബാപ്പെ ഉള്ളപ്പോൾ തോൽക്കും എന്നുള്ളൊരർത്ഥമല്ല പറയുന്നത്. എംബാപ്പെ ഉള്ളപ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ മിഡിലും ഫോർവേഡിലും കുറേ പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നത്. അതെന്തായാലും ഇല്ലാതെ അടിപൊളിയായിട്ടുള്ളൊരു ടീം പ്ലേ ഈ സീസണിൽ റയൽ മാഡ്രിഡിൻ്റെ ഒരു ടീം പ്ലേ കണ്ട മാച്ചായിരുന്നു ഇത് എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും ഇത് മൂന്നുമാണ് എൻ്റെ പോയിന്റ്സ്. ആൻഡ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് എന്തായാലും ലാ ലീഗയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബാഴ്സ അടിക്കുമോ, റയൽ മാഡ്രിഡ് അടിക്കുമോ?